അതിൽ വളരെ നല്ല ഒരു വിധിയാണ് ഉണ്ടായിട്ടുള്ളത്. കോടതി പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് ഹാജരാക്കിയ തെളിവുകൾ പൂർണ്ണമായും വിശ്വാസ്യതയിലെടുത്ത് പ്രതിക്ക് അനുവദനീയമായ ശിക്ഷ നൽകിയിട്ടുണ്ട്, ജീവപര്യന്തം ശിക്ഷ നൽകിയിട്ടുണ്ട്. പട്ടികജാതി ഉൾപ്പെട്ട ഒരു പെൺകുട്ടിയെ ശാരീരികമായി ഉപദ്രവിക്കുന്നതിനുള്ള പരമാവധി ശിക്ഷയായ ജീവപര്യന്തം ശിക്ഷ തന്നെ കോടതി നൽകിയിട്ടുണ്ട്. നല്ല ഒരു വിധിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ അതിജീവിതയ്ക്ക് അർഹിക്കുന്ന നീതി ലഭിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. കേസിലുടനീളം അതിജീവിത എടുത്തിരുന്ന നിലപാടുണ്ട് തുടക്കം മുതൽ അവസാനം വരെ. അത് ഏത് രീതിയിലാണ് ഈ പ്രതിക്ക് അർഹമായ ശിക്ഷ ലഭിക്കുന്നതിന് സാധിച്ചിട്ടുള്ളത്? അതിജീവിത എടുത്ത നിലപാട് എന്ന് പറഞ്ഞാൽ അത് 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി നേരിട്ടത് ഒരു പെൺകുട്ടികൾക്ക് നേരിടാവുന്ന ഏറ്റവും ക്രൂരമായ ഒരു പീഡനമാണ്. കോവിഡ് രോഗിയായിരിക്കെ ആംബുലൻസിൽ ആശുപത്രിയിലോട്ട് പോകുമ്പോൾ ആംബുലൻസ് ഡ്രൈവർ ശാരീരിക ഉപദ്രവം ആണ് ആ കുട്ടി നേരിട്ടത്. ആ കുട്ടി അതിനെ തുടർന്ന് മാനസികമായി വളരെ തകർന്നു പോവുകയും അത് ആത്മഹത്യക്ക് ശ്രമിക്കുകയും പോലെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ വസ്തുതകളും കൂടെ കോടതിയുടെ മുമ്പിൽ ഹാജരാക്കാനും ബോധ്യപ്പെടുത്താനും ഞങ്ങൾക്ക് കഴിഞ്ഞു. അപ്പോൾ ആ കുട്ടി കോടതിയിൽ സാക്ഷിമൊഴി നൽകിയ സമയത്ത് അത് ആംബുലൻസിനുള്ളിലെ ശബ്ദരേഖ കോടതിയിൽ കേൾപ്പിച്ചപ്പോൾ ബോധം കെടുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. അപ്പോൾ ആ കുട്ടിയുടെ സമീപനം എന്ന് പറഞ്ഞാൽ അതിനെ നേരിട്ട ഒരു പീഡനത്തിന് മതിയായ ശിക്ഷ പ്രതിക്ക് ലഭിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്ന് ജീവപര്യന്തം ശിക്ഷയും 10 വർഷം കഠിന തടവും എല്ലാ വകുപ്പുകളിലും കുറ്റക്കാരനെന്ന് കണ്ട സ്ഥിതിക്ക് ആ കുട്ടിക്ക് അർഹമായ നീതി ലഭിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.